എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അപ്പോൾ ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ഒരു ദൈവദാസൻ, ഒരു ദൈവ മകൾ ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം എന്നാ? ഇന്ന് രാത്രി അതാ നമ്മളൊന്ന് ശാന്തമായിട്ട് ചിന്തിക്കുന്ന ക്രൂശിൽ പ്രശംസിപ്പാനുള്ള കാരണം. ഇതെല്ലാം നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. അപ്പം ഞാൻ ഇനി അടുത്ത വാക്യം പറയാം, ഇതൊക്കെയാണോ? ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പം അതുകൊണ്ട് ഒരാൾ പറഞ്ഞു, ഇതാണോ? ഞാൻ പറഞ്ഞു, എല്ലാവർക്കും അറിയാവുന്ന കാര്യം പറയുന്നതാണ് നല്ലത്. ആർക്കും അറിയാൻ മേലാത്ത കാര്യം പറഞ്ഞിട്ടും വലിയ പിന്നെ അത് ചർച്ചാ വിഷയമാകും. അപ്പം അറിയാവുന്ന കാര്യം പറയുകയാണെങ്കിൽ എനിക്കും സുഖമായിട്ട് പോകാം, നിങ്ങൾക്കും. നിങ്ങൾ പോകുമ്പോൾ പറയത്തില്ല ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരുന്നു. അപ്പോൾ അതാണ് നല്ലത്. അപ്പോൾ ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം അതെ, പുതിയ നിയമത്തിലെ 21 ലേഖനം, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങളാണ്. ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നവരൊക്കെ ചുമതലപ്പെട്ടവരുണ്ട്. എന്തെങ്കിലും തെറ്റ് വന്നാൽ പുറത്ത് മറ്റൊരാൾ കേൾക്കാതെ രഹസ്യമായിട്ട് വിളിച്ച് തിരുത്തി വേണം എന്നെ വിടാൻ. അപ്പോൾ 21 ലേഖനം, ഈ ലേഖനം സിംഹഭാഗ ലേഖനങ്ങളും പൗലൂസിനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. ഏതാണ്ട് 14 ലേഖനം പൗലൂസ് എഴുതി, 13 ഉറപ്പിച്ചും തറപ്പിച്ചും പറയാ, ഒന്നൊരു തർക്കത്തില്ല. എന്നാലും തർക്കം നമുക്കുമില്ല, സഭയ്ക്കുമില്ല. അതുകൊണ്ട് പൗലൂസ് തന്നെ എഴുതിയതാണ് എബ്രായ ലേഖനത്തെ പറ്റി. എന്തായാലും വളരെ ആഴമേറിയ ലേഖനങ്ങളാണ് പൗലൂസിന്റെ ലേഖനം. പത്രോസ് ആ കാര്യം ഒന്ന് സൂചിപ്പിക്കുന്നുണ്ടല്ലോ. സാധാരണക്കാർക്ക് ഇത് ഗ്രഹിപ്പാനൊക്കെ അല്പം പ്രയാസം, എന്നാലും പൊരുൾ വിരിച്ചു കൊടുത്താൽ അത് വളരെ അനുഗ്രഹവുമാണ്. ഈ പൗലോസിന്റെ 3 ഈ ലേഖനങ്ങളിൽ ദൈവശാസ്ത്രപരമായിട്ട് ലേഖനം പഠിപ്പിക്കാറുണ്ട്. അത് ബൈബിൾ സ്കൂളിലും സെമിനാരിലൊക്കെ പഠിപ്പിക്കും. അത് രക്ഷാശാസ്ത്രം, ക്രിസ്തുശാസ്ത്രം, സഭാശാസ്ത്രം, അന്ത്യകാല ശാസ്ത്രം. അപ്പോൾ രക്ഷാതത്വശാസ്ത്ര പ്രകാരമുള്ള ലേഖനം, ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനം, സഭാശാസ്ത്രപരമായ ലേഖനം, അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം. ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ തന്നെ പൗലോസിന്റെ 3 ലേഖനങ്ങൾ നാടൻ ഭാഷ പറഞ്ഞ തർജ്ജന ലേഖനങ്ങളാണ്. 3 ലേഖനം, ഗലാത്യ ലേഖനം, കൊരിന്ത് ലേഖനം, എബ്രായ ലേഖനം, ഇത് 3 തർജ്ജന ലേഖനങ്ങളാണ്. 3 ലേഖനം. ഈ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനമാകാൻ കാരണമുണ്ട്. എന്താ ഈ തർജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ? മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ, ഒരുവൻ ക്രമം കെട്ട് വഴി വിട്ട് വ്യവസ്ഥ തെറ്റി പ്രമാണം വിട്ട് അവനെ വല്ലാതെ കണ്ടു പോയാൽ അവനെ മുടക്കുകയല്ല, ഒടുക്കുകയല്ല, നശിപ്പിക്കുകയല്ല, അവൻ്റെ അടുക്കൽ ചെന്ന് സൗമ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തി മടക്കി വരുത്തി യഥാസ്ഥാനത്താക്കണം. അതിന് പൗലോസ് ഒരു പ്രയോഗം കൊടുത്തിട്ടുണ്ട്. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാ. എങ്കിലും ഒന്ന് വായിച്ചു തരും. ദൈവദാസനാണോ എനിക്ക് വായിച്ചു തരുന്നേ? സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ, പോകരുത്, അഥവാ പോയാൽ നിങ്ങൾ അടിയന്തര കമ്മിറ്റി കൂടി അവന്റെ മേൽ നടപടിയെടുത്ത് അവനെ ഒതുക്കണം. അങ്ങനെയാണോ? പിന്നെ സാറേ അല്ല, സാറ് വായിച്ചു. ആത്മീകരായ നിങ്ങൾ അപ്പോൾ നടപടി എടുക്കേണ്ട ആൾക്കാര് ആത്മീകരായിരിക്കണം. ഇപ്പൊ നേരെ തിരിച്ചാ ഗുണ്ടായുസമുള്ളവനാ നടപടി എടുക്കാൻ വരുന്നേ. ഞാൻ ആരും ഉദ്ദേശിച്ചൊന്നും പറയുന്നതല്ല, അങ്ങ് പറയുക. ഷേണായി പാസ്റ്റർ മിക്കവാറും ഞാൻ ഇന്ന് ഇച്ചിരി പ്രസംഗിക്കും. ദൈവത്തിന് മഹത്വം. അപ്പോൾ സഭയ്ക്കകത്ത് പ്രസാദ പാസ്റ്ററിനെ രൂക്ഷമായിട്ട് നോക്കുന്നു. എന്താ? ഒരുവൻ ആത്മീകനായ ഒരുവൻ തെറ്റിപ്പോയാൽ അവനെ യഥാസ്ഥാനത്താക്കുന്നത് വെട്ടിപ്പും തട്ടിപ്പും ഉരുട്ടും പെരട്ടും മറുപ്പും തിരിപ്പും വളപ്പും പുളപ്പും കാണിക്കുന്നവനല്ല. ആത്മീകരായിരിക്കണം ചെല്ലണ്ടേ. ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവൻ, തെറ്റിപ്പോയവനെ, അബദ്ധം വന്നവനെ, പാളിപ്പോയവനെ, ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിനാൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. അടുത്തൊരു പദവും കൂടെ ഉണ്ട്, നമുക്കെല്ലാം വളരെ ശ്രദ്ധിക്കുക. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ അവന്റെ കുടി നിർത്താൻ പോയിച്ച് നീ പിന്നെ ഷാപ്പിൽ നിന്ന് ഇറങ്ങാതിരിക്കരുത്. അവനെ ചാർമിനാറാ വലിച്ചത്. അവന്റെ വലി നിർത്തിയപ്പോൾ നീ മൂട്ടി പഞ്ഞിയുള്ളതാണ്ടുണ്ടല്ലോ, എന്തേലും ആട്ടെ, നീ കുഴയരുത്. ആത്മീകരാകുന്ന നിങ്ങൾ അവനെ യഥാസ്ഥാനപ്പെടുത്തണം. നീയും പരീക്ഷയിൽ, ഇതാണ് പ്രമാണം. അല്ലാതെ അവനെ മുടക്കാനും മുടക്കകത്ത് കൊടുക്കാനും അവനെ ഒടുക്കാനും അതൊന്നും അല്ല നടപടി. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ 3 ലേഖനം തർജ്ജന ലേഖനമാണ്. ഗലാത്യ ലേഖനം, കൊരിന്ത് ലേഖനം, എബ്രായ ലേഖനം.
അപ്പൊ തർജ്ജനം ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷയല്ല. ഞാനതിന്റെ മൂലഭാഷയും അതിന്റെ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, അതൊക്കെ അവർ പൊക്കോളും. എന്നാൾ പറഞ്ഞ പോലെ വയ്യാത്ത പട്ടി എന്തിനാ കയ്യാല കയറുന്നേ, എന്നെ കൊണ്ടൊക്കുന്നത് മതിയല്ലോ. അപ്പോൾ അവനെ സൗമ്യതയുടെ ആത്മാവിൽ ചെന്ന് യഥാസ്ഥാനപ്പെടുത്തണം. തർജ്ജനം ചെയ്യുകയും ചെയ്യണം. തർജ്ജനം ചെയ്യണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്. തെറ്റ് കണ്ടാൽ, ക്രമക്കേട് കണ്ടാൽ, പാളിച്ച കണ്ടാൽ, അപാകത കണ്ടാൽ വചനത്തിന്റെ വെളിച്ചത്തിൽ അവന് ഒടുങ്ങിപ്പോകാനല്ല, നേടിയെടുക്കാനുള്ള ഉദ്ദേശത്തോടെ അത് തർജ്ജനം ചെയ്യണം. തർജ്ജനം ചെയ്യണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്. ധന്യനായ പൗലോസ് തന്നെ പറഞ്ഞ കാര്യം നമുക്കറിയാം. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക. അടുത്ത പദമാണ് തർജ്ജനം ചെയ്യുക. അപ്പൊ തർജ്ജനം ചെയ്യണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്. പൗലോസിന്റെ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. ഓർപ്പിച്ചല്ലോ, ഗലാത്യ ലേഖനം, കൊരിന്ത് ലേഖനം, എബ്രായ ലേഖനം. ഈ 3 ലേഖനം തർജ്ജന ലേഖനമാകാൻ കാരണം നാടൻ ഭാഷ, നമ്മളെല്ലാം നാട്ടുകാരാണല്ലോ, നാടൻ ഭാഷ പറഞ്ഞ 3 പെശകിനെതിരെയുള്ള ലേഖനമാണ്. 3 പെശക്. 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. ഈ പെശകാണല്ലോ എല്ലായിടത്തും ഉള്ളതും. ഈ പെശകിനെ തൊട്ടാ ബാക്കി മുഴുവൻ പെശകും ഉള്ളത്. അപ്പോൾ ഉപദേശ പെശക്, ജീവിത പെശക്, വിശ്വാസ പെശക്. മോൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? ശ്രദ്ധിച്ചോണം, എല്ലാവരും ശ്രദ്ധിച്ചോണം. എനിക്ക് നിങ്ങൾക്കും എല്ലാം ഗുണം വരുന്ന കാര്യം. 3 പെശക്. ഗലാത്യ ലേഖനം ഉപദേശ പെശകന് എതിരെ എഴുതിയ ലേഖനമാണ്. കൊരിന്ത് ലേഖനം ജീവിത പെശക് കണ്ടവരെ കറക്റ്റ് ചെയ്യാൻ എഴുതിയ ലേഖനമാണ്. എബ്രായ ലേഖനം വിശ്വാസത്തിൽ പെശക് സംഭവിച്ച എബ്രായ ക്രിസ്ത്യാനികളെ ശരിയായ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ ദീർഘവീക്ഷണത്തോടെ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. നമ്മൾ ഇന്ന് രാത്രി ഗലാത്യ ലേഖനത്തിൽ നിന്നാണ് വായിച്ചത്. ഉപദേശ പെശക 6 അധ്യായങ്ങളുണ്ട്. 1-ാം അധ്യായത്തിലെ ഒരു പ്രധാന വിഷയം, ഒത്തിരി വിഷയമുണ്ട് എങ്കിലും ഒരു പ്രധാന വിഷയം, വിപരീത ഉപദേശം പറയരുത്. അങ്ങനെ പറഞ്ഞാലുള്ള കുഴപ്പം, അങ്ങനെ പറയുന്നവരോട് നമ്മുടെ സമീപനം. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും, എന്നാലും പറയാതിരിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ ഒട്ടുമിക്ക കൺവെൻഷനുകളിലും എല്ലാം വിപരീത ഉപദേശക്കാരായി വരുന്നത്. ഉപദേശമായിക്കുള്ളവരില്ല. 5 ദിവസത്തെ യോഗമാണെങ്കിൽ 7 തരത്തിലുള്ള ഉപദേശക്കാരെയാണ് നമ്മൾ. എല്ലാവരുടെയും ഫോട്ടോ വെച്ച് മുഴുവൻ തൂണയിലും പോസ്റ്റിലും എന്ന് വേണ്ട സകലിടത്തും ഒരുത്തൻ തള്ളിയിടുന്നവൻ, ഒരുത്തൻ കുരപ്പിക്കുന്നവന്, ഒരുത്തന് ആഭരണം ഇടാന്ന് പറയുന്നവന്, ഒരുത്തൻ ഇടണ്ടെന്ന് പറയുന്നു, ഒരുത്തനെ വീഴ്ത്തുന്നവന്, ഒരുത്തൻ ഉന്തുന്നവൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലയോ? അതോ ഇല്ലേ? ആട്ടെ. ഇങ്ങനെ വിപരീത ഉപദേശം പറയുന്നവൻ, പുസ്തകം പഠിപ്പിക്കുന്നത് അവൻ ശപിക്കപ്പെട്ടവനാ. എല്ലാ വാക്യം എടുത്ത് വായിപ്പിക്കണ്ട സാറേ. 9-ാം വാക്യം ഒന്ന് വായിച്ചു ദൈവദാസനെ. 9 അറിവുള്ള വാക്യമെങ്കിലും ഞാൻ പറയുന്നത് വചനത്തിൽ നാന്ന് ഒന്ന് അറിയണം. ചെല്ലി പറഞ്ഞ അയാൾ വചനം ഒന്നും പറയുകയല്ലെന്ന എന്നെപ്പറ്റി. അയാൾ വായി വരുന്നതെല്ലാം നീ പോടാ വാക്യാ വായിക്കുന്നത്. 9 വായിച്ചേ, അവൻ കേൾക്കട്ടെ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ, അവനും സുവിശേഷമായി പറയുന്നത് അത് പറഞ്ഞാലല്ലേ കാര്യം നടക്കുകയുള്ളൂ. ആരായാലും വിപരീത ഉപദേശമേ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാ. ശാപം പിടിച്ചവന്റെ എടുക്ക പോകരുത്. ശാപം പിടിച്ചവനെ എല്ലാം വിളിച്ച് തേജാലും. ഞാൻ പറഞ്ഞ വാവുകുട്ടിക്ക് പിടി കിട്ടുന്നുണ്ടോ? മതി. എന്നെ പ്രസാദ് മാസ്റ്റർ കഴിഞ്ഞ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ദുഃഖം. സന്തോഷിച്ചിരിക്കും. വിപരീത ഉപദേശം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാ. സ്തോത്രം. എനിക്ക് ദൈവദാസൻ വായിച്ചു തരുന്നതിൽ അല്പ ഖേദമുണ്ട്. കാരണം എന്നെക്കാളും ശ്രേഷ്ഠനായ ഈ കർത്തൃദാസൻ എനിക്ക് വായിച്ചു തരുമ്പം എനിക്കൊരു ബുദ്ധിമുട്ട്. പാസ്റ്റർക്ക് കുഴപ്പമില്ലല്ലോ, ദൈവത്തിന് മഹത്വം. ആട്ടെ, ഇന്ന് ഭാഗ്യം പാസ്റ്റർക്ക് ഉണ്ടാകട്ടെ. കാരണം വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യമുള്ളവനാണ്. അപ്പൊ ശ്രദ്ധിക്കുക, വിപരീത ഉപദേശം പറഞ്ഞാൽ അത് ശപിക്കപ്പെട്ടതാ, ശാപമാ. ഈ തിരുവെടുത്ത് പഠിക്കുമ്പോൾ ശാപം വരാൻ ഒത്തിരി കാര്യം. നമ്മൾ പെന്തിക്കോസുകാരുടെ ഉപദേശവും പഠിപ്പീരുമെല്ലാം രക്ഷിക്കപ്പെട്ടതോടുകൂടി മുഴുവൻ ശാപവും മാറി. അതങ്ങനെ
രക്ഷിക്കപ്പെട്ട അന്ന് വരെ അതിനു മുമ്പ് ചെയ്ത സകല അനീതികളും പാപങ്ങളും യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ നീങ്ങുക. പ്രവാചകന്റെ ഭാഷ പറഞ്ഞ അത് മുഴുവൻ സമുദ്രത്തിന്റെ ആഴത്തിലിട്ടിരിക്കുക. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം മരണം വരെ, കർത്താവിന്റെ വരവ് വരെ ഈ തിരുവചനത്തിന് നിരക്കാത്തത് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയോ ചെയ്യിപ്പിക്കുകയോ ചെയ്താൽ ശാപം ഉണ്ടാകും. അതിന് ബലൂണൊന്നും പൊട്ടിക്കണ്ട. അങ്ങനെയൊക്കെ ഉണ്ട്. ശാപം മുറിക്കുന്നു, ശാപം പൊട്ടിക്കുന്നു, ഇവനെല്ലാം വട്ടുകേസുകൾ ഒത്തിരി ഉണ്ട്. ഒരു കാര്യം പറയാം, രക്ഷിക്കപ്പെടുന്ന അന്ന് വരെ ചെയ്തു കൂട്ടിയ മുഴുവൻ പാപങ്ങളും അകൃത്യങ്ങളും അനുദപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവേ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണം, എന്റെ പാപങ്ങളെ മോചിക്കണം, അവിടുന്ന് എന്റെ പാപങ്ങളെ മോചിക്കുവാൻ അവൻ ശക്തനും വിശ്വസ്തനും നീതിമാനുമാണെന്ന് ബോധ്യം വരുന്നു, എന്റെ ഉള്ളത്തിലേക്ക് വരണം, എന്നെ അവിടുത്തെ രക്തത്താൽ കഴുകണമെന്ന് ഏത് മഹാപാപിയും അനുതാപകൃതത്തോടെ പറയുമ്പോൾ അവന്റെ പാപത്തെ യേശു ക്ഷമിക്കും. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അതാ പ്രമാണം. എന്നാൽ ഇതിനകത്ത് വന്നതിന് ശേഷം ശാപമെല്ലാം മാറി. നമുക്ക് ഒരു പാട്ടുണ്ട്, നീങ്ങിപ്പോ എൻ്റെ, അങ്ങൊരു പാട്ടില്ലേ മോനെ, ഒരു പരിപാടിക്ക് ആരാ മോനാണോ പാടുന്നത്? ആ പെട്ടെന്ന് പാടും, നേരമില്ല. ഒരു പരിപാടി. നീങ്ങിപ്പോ എന്റെ ശാപങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോ എന്റെ പാപങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. പോകരുത്, അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക. നല്ല വരികളാ. പാട്ടുകാരൻ എഴുതിയതിന്റെ ഉദ്ദേശം, അദ്ദേഹം ഏതോ വിഷയത്തിൽ ഭാരപ്പെട്ടും വ്യാകുലപ്പെട്ടും അയ്യോ ഈ ശാപമെല്ലാം എങ്ങനെ തീരുമെന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ അത് മുഴുവൻ അദ്ദേഹം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ യേശു അത് ക്ഷമിച്ചു. അതിന്റെ വെളിച്ചത്തിലായിരിക്കാം ഈ വരി പാടിയതെന്ന്. അങ്ങനെയാണോ മോനെ? നമ്മുടെ ഹസ്ബൻഡാ? പേരെന്തുവാ? അങ്ങനെയാണോ എഴുതിയേ? ദൈവത്തിന് മഹത്വം. അയ്യോ എനിക്കറിയത്തില്ലായിരുന്നു, കൃത്യാളെ കൊണ്ട് പാടിപ്പിച്ചല്ലോ. അപ്പോൾ ആ മാന്യ കർത്തദാസൻ ഏതോ വിഷയത്തിൽ ഭാരപ്പെട്ട് വ്യാകുലപ്പെട്ടിരുന്നപ്പോൾ കർത്താവിനോട് ഏറ്റു പറഞ്ഞു. ദൈവം അത് ക്ഷമിച്ചു. ആ ക്ഷമ മനസ്സിലാക്കി ശാന്തതയും സമാധാനവും അനുഭവിച്ചപ്പോൾ എഴുതിയ വരിയാകും. അങ്ങനെയല്ലയോ? നമ്മളും ഇരുന്ന് പാടുക, നീങ്ങിപ്പോ എൻ്റെ, പോവുകയല്ല. അദ്ദേഹത്തിന്റെ ആ വിഷയം ദൈവം പരിഹരിച്ചു. സന്തോഷത്തോടെ അദ്ദേഹത്തെ അത് എഴുതി. എന്നാ നിങ്ങളിരുന്ന്, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി. എന്നാൽ നീ വചനത്തിനും ഉപദേശത്തിനും പ്രമേയത്തിനും നിരക്കാത്തത് പറഞ്ഞാൽ, ചെയ്താൽ, പ്രവർത്തിച്ചാൽ ശാപം ഉണ്ടാകും. ഉണ്ടാകും. ഈ തിരുവെടുത്ത് പഠിക്കുമ്പോൾ ശാപം വരാൻ പല കാര്യമുണ്ട്. ഒന്ന് രണ്ട് വാക്യം ഒന്ന് വായിച്ചോ. 11:1 യെരമ്യാവ് 11:1-2 അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്ന് വായിച്ചോ. വേദപുസ്തകമല്ലേ. യെരമ്യാവ് 11:1-2. യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട്, ഈ നിയമത്തിന്റെ വചനങ്ങളെ ശ്രദ്ധിച്ച് ഈ നിയമത്തിന്റെ വചനങ്ങളെ നിങ്ങൾ കേട്ട് യഹൂദ പുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പ്രസ്താവിക്കണം. പിന്നെ നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ നിയമത്തിൻ വചനങ്ങളെ കേട്ട് അനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഇത് കേട്ടാ പോരാ, കേട്ടിട്ട് അനുസരിക്കണം. ഈ കേൾക്കുന്ന വചനം അനുസരിച്ചില്ലെങ്കിൽ ശാപമാ. അത് എനിക്കും ശാപമാ, നിങ്ങൾക്കും. അങ്ങനെയാണെങ്കിൽ പിണങ്ങാതിരിക്കാമെങ്കിൽ ഒരു കാര്യം പറയാം, പിണങ്ങിയാലും ഒന്നുമില്ല. കൂടുതൽ ശാപം വരുന്ന ഏതെനത്തിൽപ്പെട്ടവർക്കാണെന്ന് നിങ്ങൾ ചിന്തിച്ചു. സ്തോത്രം. ഇതുപോലെ കേൾക്കുന്ന ആൾക്കാർ എവിടെ ഇരിക്കുന്നു? എന്തും വേണ്ട വാക്ക് കേൾക്കുന്നേ. സ്തോത്രം.
തന്നെത്താനൊന്ന് ശോധന ചെയ്യണം. ഇത് കേട്ടാ പോരാ, കേൾക്കുന്ന വചനം അനുസരിക്കണം. രക്ഷകന്റെ ദൂത് കേട്ടാ പോരാ, നീ രക്ഷിക്കപ്പെടണം. സ്നാനത്തിന്റെ ഉപദേശവും വചനവും കേട്ടേച്ച് പോയാ പോരാ, കേൾക്കുന്ന ആ സമയം തന്നെ നീ അതിനായി സമർപ്പിച്ച് സ്നാനപ്പെടണം. അഭിഷേകത്തിന്റെയും വേർപാടിന്റെയും ഉപദേശങ്ങളും വചനങ്ങൾ കേട്ടേച്ച് പോയാ പോരാ, ആഗ്രഹത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആഗ്രഹത്തിന് ആത്മാക്കളെ ദൈവം നിറയ്ക്കും. സ്നേഹത്തെ പറ്റി പ്രസംഗം, നല്ല പ്രസംഗം, നല്ല പ്രബന്ധം, നല്ല അവതരണ ശൈലി, കൊള്ളാം, നല്ല പോയിന്റ്, നല്ല തോട്ട്സ്. അപ്പുറത്തുകാരുമായിട്ട് വേണ്ടിയിട്ട് 7 കൊല്ലം കഴിഞ്ഞു, മതിലും പൊക്കി കെട്ടി. ശാപം ഉണ്ടാവും. നിങ്ങളിപ്പോൾ ചിന്തിക്കുക, വളരെ ബന്ധപ്പെട്ട ആ യോഗത്തിന് വന്ന് അയാൾ ശപിച്ചേച്ച് പോവാന്നല്ലോ. ദൈവമേ, ഞാൻ ശപിച്ചതല്ല, പുസ്തകത്തിലെ വാക്യമാണ്. നടത്തിപ്പുകാരൻ വേണേ പറയും, ഇയാളെ ആരാ വിളിച്ചത്? ഈ ശാപവും പിരാക്കും എല്ലാം പിരാഗിയേച്ച് ഞാൻ പിരാകിയതല്ല, പുസ്തകത്തിലെ കാര്യമാണ്. നീ വചനം, ആ കേൾക്കുന്ന വചനം ഞാനും നിങ്ങളും അനുസരിച്ചില്ലെങ്കിൽ ശാപം ഉണ്ടാകുമെന്ന് വിവരിക്കുന്നില്ല. എന്തിനാ വിവരിക്കുന്നില്ല? അറിയാം, നിങ്ങൾ വിവരിച്ചോളുമല്ലോ. 17:5 വായിച്ചോ യെരമ്യാവ്, ഓടിച്ച് വായിക്കാം. ഇനിയിപ്പോൾ അതേ ഒക്കുള്ളൂ. 17:5. ഇന്നുള്ളതുപോലെ ഞാൻ നിങ്ങളോട് പിതാക്കന്മാർക്ക് പാലും തേനും ഒഴുകുന്ന ദേശം കൊടുക്കും എന്നിങ്ങനെ 17:5 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അങ്ങനെ ശാപം വരും. എന്റെ കൈമിടുക്ക് കൊണ്ടും എന്റെ കഴിവ് കൊണ്ടും ഞാനുള്ളത് കൊണ്ട് ഇതൊക്കെ നടന്നു എന്നൊക്കെ ചിന്തിച്ചാ പറഞ്ഞാൽ, ആ ചിന്തയോടെ ജീവിച്ചാൽ അതും ശാപമാണ്. നമ്മുടെ മിടുക്കൊന്നുമല്ല, അവിടുത്തെ കൃപയാണ്. നാം ആകുന്നത് ദൈവത്തിന്റെ മഹാകൃപ കൊണ്ടാണ്. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്നു. ഇവിടെ ഇരിക്കുന്നെങ്കിലും ഹൃദയം വേറെ സ്ഥലത്താ. കൊരങ്ങൻ പറഞ്ഞതുപോലെ, അയ്യോ പറയണ്ടായിരുന്നോ, അത്തിമരത്തേല വെളിയിലോട്ട് പോകുമ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടുപോകാം. അയാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, കൈ അടിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ഹൃദയം ഇവിടെ ഒന്നുമല്ല. എന്നാൽ സങ്കീർത്തനക്കാരനൊരു ഭാഗം പാടി, എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതെ, അത് വന്ന് വിടുക. വിവരിക്കുന്നില്ല. ശാപം വരാനുള്ള കാരണം എന്ന് പറയുന്നതേ ഉള്ളൂ. 48:10 വായിച്ചു. അറിവുള്ള വാക്യം യിരെമ്യാവ് 48:10. പെട്ടെന്ന് വായിച്ചു. 48:10. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. അങ്ങനെ ചെയ്താൽ അത് ശാപമാണ്. കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി ഉഴപ്പി അടിച്ചാ ജീവിക്കുന്നെങ്കിൽ ശാപമാണ്. ഞാൻ 50 കൊല്ലമായി, 48-ൽ പരം വർഷമായി, കഴിഞ്ഞ ദീർഘവർഷം ഒന്നും പറഞ്ഞിട്ട് ഏക്കുകയല്ല. ഉഴപ്പിയാൽ കണ്ണടയുന്നത് വരെ, ജീവൻ പോകുന്നത് വരെ, ആരോഗ്യമുള്ളത് വരെ ഉത്സാഹത്തോടെ വേല ചെയ്തോണം. ഉഴപ്പരുത്. ഞാൻ ദൈവദാസന്മാരോടൊക്കെ പറയാം, എന്നെയും പ്രതിയാക്കി പറയാ, ഒറ്റ യോഗം ഉഴപ്പി നടത്തരുത്. ചിലർ യോഗമൊക്കെ കൂടിയാൽ നമുക്കൂടെ ഉറക്കം വരും. വന്നിരുന്ന പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന കേൾക്കുമ്പോഴേ മയക്കുവടി കൊണ്ടതുപോലെ എല്ലായിടത്തും ചിലയിടത്ത് ഒരു പാട്ട് പാടാം. എന്നാൽ വിശ്വാസി അവിടെ നിന്നോടേക്ക് ഏതെങ്കിലും ഒരെണ്ണം പാടാം. നമുക്ക് പെന്തിക്കോസുകാർക്ക് ഒരു 3-4 പാട്ട് സെലക്റ്റഡ് ഉണ്ട്. അത് തുടക്കം ഇങ്ങനെ, പാടി പൂ ലൈലാൻഡിൻ്റെ വണ്ടി കയറ്റം കയറി, കുട്ടിക്കാനം കയറ്റം കയറി വരും പോലെ. ഇതൊക്കെ എല്ലായിടത്തും കാര്യമല്ല. പിന്നെ 2 പേര് പ്രാർത്ഥനയ്ക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ സഭായവാന ഒരു സങ്കീർത്തനം, അതിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞു. ഇപ്പം അതുമില്ല, സങ്കീർത്തനവും വായിക്കുന്നില്ല, മിക്കയിടത്തും അതുമില്ല. ഒന്നെങ്കിൽ ഗസ്റ്റ്, അല്ലെങ്കിൽ എവിടുത്തെ പാസ്റ്റർ, ഒരു സാക്ഷിക്ക് അത്യാവശ്യം കുറച്ച് പേര്. പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരറ്റം മുതൽ സാക്ഷി ഉണ്ടല്ലോ. ആശുപത്രി പോയ ചരിത്രമൊന്നുമല്ല സാക്ഷി പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച പനിയായിരുന്നു, സുഖമില്ലായിരുന്നു, പാസ്റ്റർ പ്രാർത്ഥിച്ചു, യേശു സൗഖ്യമാക്കി, സൗഖ്യത്തോടെ ആരാധനയ്ക്ക് വന്നു. ഇതാ സാക്ഷി അന്ന്. ഇന്ന് പറഞ്ഞ കഴിഞ്ഞ ആഴ്ച പനിയായിരുന്നു, പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച് മെഡിക്കൽ കോളേജിൽ വിട്ടു. അവിടെ 2 ആഴ്ച കിടക്കാൻ തക്കവണ്ണം ഇടയായി. ഡോക്ടറോട് ദൈവം ഇടപെടുവാനും ഇടയായി. മരുന്നെല്ലാം കയറേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട്. ഇതൊക്കെ ഇപ്പോഴത്തെ സാക്ഷി. ഇപ്പോൾ ഞാൻ ഉളിയ എടുത്തുകൊണ്ടിരിക്കുക, തെറ്റാതെ കഴിക്കാൻ വേണ്ടി ദൈവമക്കൾ 5 എണ്ണം ഉണ്ട്. തെറ്റി രാവിലെ കഴിക്കേണ്ട, വൈകിട്ട് കഴിച്ചാലോ. ഇതൊക്കെ ഇപ്പോഴത്തെ സാക്ഷി. പണ്ടത്തെ സാക്ഷ്യം കേൾക്കുമ്പം രോഗിയായിട്ടാരും വന്നിട്ടുണ്ടെങ്കിൽ അവൻ അന്നേരം സൗഖ്യമാണ്. അതാ സാക്ഷി. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. എല്ലാ അലസതയാ, ഉദാസീനത. അയ്യോ, ഉദാസീനതയോടെ വേല ചെയ്താൽ ശപിക്കപ്പെട്ട. ഏതായാലും ഷേണായി പാസ്റ്റർക്ക് ശാപമൊന്നും വരികയല്ല. എന്ത് ചെയ്യും, എവിടെ പോയി? ഒരു ശാപവും വരികയല്ല. നന്നായിട്ട് തീഷ്ണതയോടെ വേല ചെയ്യുന്നല്ലോ.
നിങ്ങളും അങ്ങനെ തന്നെ. നിങ്ങളും, ഞാൻ പ്രത്യക്ഷത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ പറയുമ്പോൾ ഒരു ഷണായി പാസ്റ്ററെ കളത്താൻ വന്നേക്കുന്നു. അങ്ങനൊന്നും ചിന്തിക്കണ്ട. അപ്പൊ ഒരു കാര്യം പറയാം, കർത്താവിന്റെ വേല ഉദാസീനതയോടെ ചെയ്യരുത്. സ്തോത്രം. ഞാൻ വളരെ പ്രാഗൽഭ്യത്തോടെ പറയാം, നാളത്തെ അറിയത്തില്ല. ഞാൻ കഴിവിൻ്റെ പരമാവധി ഉദാസീനതയോടെ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സ്തോത്രം. ഞാൻ എപ്പോഴും പറയും, എൻ്റെ സമയമൊന്നും ഞാൻ കളയത്തില്ല, വെറുതെ കളയത്തില്ല. കളയത്തില്ല, ഒരു സമയം കളയുകയില്ല. ചെല്ലി പറഞ്ഞു നോക്കാം, അപ്പോൾ എൻ്റെ മാസ്റ്റർ എങ്ങനെ ആ സമയം ഒന്ന് തള്ളി നീക്കുന്നത്? എനിക്കാണെങ്കിൽ സമയം തികയാതിരിക്കുക. ദൈവത്തിന് മഹത്വം. സമയം നഷ്ടപ്പെടുത്തി കളയരുത്. അതെ, കർത്താവിൻ്റെ വേല അലസനായിട്ട് ഉദാസീനതയോടൊന്നും ചെയ്യരുത്. ദൈവത്തിന് മഹത്വം. ഇന്നലെ പാലമറ്റത്ത് കൺവെൻഷനായിരുന്നു, നല്ല കൂട്ടമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒത്തിരി രാത്രിയായി ആ വീട്ടിൽ ചെന്നത്. പ്രാർത്ഥിച്ചൊന്ന് മയങ്ങി വെളുപ്പിനെ എഴുന്നേറ്റു. ദൈവത്തിന് മഹത്വം. വളരെ വെത്തപ്പാടുകളുണ്ട്. ചില ദുഃഖഭവനങ്ങളിലൊക്കെ പോയി, പള്ളിപ്പാട്ട് ഒരു പരുത്തിക്കോണത്തിലെ മരണമുണ്ട്, അവിടെയും പോയി. അതിനുശേഷം അങ്ങ് ഏഴംകുളത്തിനപ്പുറത്ത് തേപ്പുപാറ പകൽ യോഗം ഉണ്ടായിരുന്നു. യോഗം കഴിഞ്ഞ് 2 മണി വരെ ഇവിടെ ശുശ്രൂഷ. അത് കഴിഞ്ഞ് അവിടുന്ന് തിരിച്ച് വന്ന് വേറെ അല്പം ബന്ധപ്പാണ്. അതൊക്കെ കഴിഞ്ഞായി വരുന്നത്. ഇനി ഇത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്തോട്ട് പോകണം. നാളെ ഇതൊക്കെ തന്നെ. സ്തോത്രം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടെ ആയി പറയുന്നത്. ഒരാൾ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഉറങ്ങാതിരുന്നാൽ വട്ടം ഉണ്ടാകുമെന്ന്. നമ്മളെ ബലപ്പെടുത്തുക. ഞാൻ പറഞ്ഞാൽ ഇത്രയും കൊല്ലമായിട്ടൊന്നും ഉച്ചമ്പോ ഒന്നും പറഞ്ഞില്ല. പറയുന്നെന്നാ എല്ലാവരും പറയുന്നേ. അങ്ങനെ പറഞ്ഞ അയാൾ വചനം ഒന്നും പറയില്ല. അയാൾ വായി വരുന്നതല്ലേ, ഈ വായിച്ചതെല്ലാം ആക്കിയതല്ലേ അല്ലേ? ദൈവത്തിന് മഹത്വം. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്താൽ ശപിക്കപ്പെട്ടവനാ. ഇനിയുണ്ട് ശാപം വരാൻ കാര്യം. മലാഖി 3:9, 2:9 നമുക്കറിവുള്ള വാക്യമാണ്. അതെല്ലാവർക്കും വലിയ താല്പര്യമുള്ള വാക്യമൊന്നുമല്ല. അങ്ങനെ നിങ്ങൾ എൻ്റെ വഴികളെ പ്രമാണിക്കാതെ നിങ്ങൾ എൻ്റെ വഴികളെ പ്രമാണിക്കാതെ ഈ ജാതി മുഴുവൻ 3:3 നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാ. തോൽപ്പിക്കരുതേ. തോൽപ്പിച്ച ശാപമാ. ഒന്നും വിശദീകരിക്കുന്നില്ല. മത്തായി എടുക്കേണ്ട 26 ഒക്കെ ചേർത്ത് പഠിച്ചാൽ ഇടത്തുള്ളവരോടും വലത്തുള്ളവരോടും പറയുന്ന കാര്യമുണ്ട്. അവരോടും പറയാ ശപിക്കപ്പെട്ടവരാ. അതിനാ നിങ്ങൾ എനിക്ക് കുടിക്കാനൊന്നും തന്നില്ല. രോഗിയായപ്പോൾ നിങ്ങൾ വന്ന് കണ്ടില്ല. നഗ്നനായിട്ടിരുന്നപ്പോൾ നിങ്ങൾ എന്നെ അവർ ചോദിച്ചു, ഞങ്ങൾ എന്തെല്ലാം പ്രവർത്തനങ്ങളാ. പിന്നെ വെള്ളം പൊങ്ങിയപ്പോൾ മണ്ണും പഴവും കൊടുത്തു, പുതപ്പ് കൊടുത്തു. സ്തോത്രം. കിറ്റ്. അതാ പറഞ്ഞാ ഞാനിതൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. ഞാൻ ആ ഭാഗവതം വിവരിക്കുന്നില്ല. അപ്പൊ ശാപം വരാനുള്ള കാരണമാണ്. കൊടുക്കേണ്ടവന് കൊടുക്കണം. ഇവർ കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക. ഞാൻ എന്നെയും പ്രതിയാക്കി പറയാം. നമ്മൾ സത്യം പറഞ്ഞാൽ കൊടുക്കേണ്ടവർക്കല്ല കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാൻ 1-ാം പ്രതി ഞാനാ. ഉദാഹരണം, നമ്മുടെ സഭയിൽ വളരെ ക്ഷീണിതരും, എൻ്റെ ഭാഷയാണ് കേട്ടോ, ഭാഷയൊന്നും അത്ര നല്ലത്, പരുവക്കേടുള്ളവരെ വിളിച്ച് നമ്മൾ ഏതെങ്കിലും ആഴ്ചയിൽ അവർക്ക് നല്ല ഭക്ഷണം നമ്മൾ കൊടുക്കുമോ? എല്ലാവരും. ഞാൻ 1-ാം പ്രതി നമ്മൾ കൊടുക്കുന്നത് നമുക്ക് കട്ടയുള്ളവരെ. നിങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നേ. നമ്മുടെ സ്റ്റാറ്റസിനും കുടുംബ ശ്രേഷ്ഠതയ്ക്കും മഹിമയ്ക്കും നമ്മുടെ ബിസിനസ്സിനും നമ്മുടെ ശുശ്രൂഷകൾക്കും ഒക്കെ കിടനിൽക്കുന്നവരുണ്ട്. അവരോട് പറയും വീട്ടിലോട്ടൊന്ന് വരണം, ഫാമിലി ആയിട്ട്. കൊമരകത്തിൽ നിന്ന് കരിമീനും ഒക്കെ മേടിച്ച്. 1-ാം പ്രതി ഞാനാ 1-ാം പ്രതി, നിങ്ങളൊന്നും അല്ല. അവർക്ക് നമ്മൾ യഥോചിതം ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മളെ അങ്ങോട്ടും. അതാ ഉന്നവും. എന്നാൽ ഇത് തിരിച്ച് ചെയ്യാൻ പറ്റാത്തവർ നമ്മുടെ സഭയിലും സെന്ററിലും ഉണ്ട്. അവരെ വിളിക്കുവോ? അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തിരിഞ്ഞേക്കാം. ഹല്ലേലൂയ പറയേണ്ട കൈ പൊക്കിക്കും. കൈ താത്തിട് മതി. ഒത്തിരി നേരം പൊക്കിക്കൊണ്ടിരിക്കണ്ട. 1-ാം പ്രതി ഞാന്. ദൈവത്തിന് മഹത്വം. അതെ, ചിലർ വിഷമിക്കുന്നതായിട്ട് കാണുന്നു. വിട്ടേക്കാം. എന്തിനാ വെറുതെ ആലോചന ഉണ്ടാക്കുന്നത്? ശാപം വരാൻ കാരണം ആവശ്യമില്ലാത്തത് കാണുകയും കേൾക്കുകയും ചെയ്താൽ അതും ശാപമാ. ആവശ്യമില്ലാത്തത്. ഒരു വാക്യം പാസ്റ്ററെ, ഞാൻ വാക്യം മറന്നുപോയി. എനിക്കാണ് ഈ ദിവസങ്ങളിൽ ഒരു വാക്യം ഒന്ന് വായിച്ചേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ
എല്ലാം വായിക്കണ്ട, 13 മുതൽ വായിച്ചു. 13 മുതൽ ദുരുപദേശക്കാരുടെയും കള്ളപ്രവാചകന്മാരുടെയൊക്കെ കാര്യമാണ് പറയുന്നത്. പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ 14 മുതൽ വായിരും. അവർ താൽക്കാലിക ഭോഗതൃപ്തി ഈ സുഖമെന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടെ വിരുന്ന് കഴിച്ച് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകുന്നു. അടുത്തത്, അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുക. കണ്ടിട്ടൊന്നും തൃപ്തി വരുന്നില്ല, രസിക്കുക. മിണ്ടുന്നില്ലല്ലോ ആരും. എടുക്കപ്പെട്ടതാണോ എല്ലാരും? കണ്ടങ്ങ് പണ്ടൊക്കെ വണ്ടിക്കൂലി മുടക്കി കോട്ടയത്ത് പോകണം കാണാൻ, അതും തിക്കുമ്പൊക്കെ നോക്കിയാ ചാടി. എന്താ എന്നതാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, ചോദിച്ചാൽ ഞാൻ പിന്നെ തെളിച്ച് പറയേണ്ടി വരും. പാസ്റ്റർ കണ്ണടച്ച് കാണിക്കുന്ന ഒന്നും പറയരുതെന്ന്. ഇല്ല, പറയത്തില്ല, പേടിക്കൊന്നും വേണ്ട. അവര് കള്ളപ്രവാചകന്മാരും ദുരുപദേശകന്മാരും നവീനോപദേശക്കാരും ഭാഷോപദേശക്കാരും വിരുദ്ധോപദേശക്കാർ, അവരുടെ കാര്യമാണ്. ഇഷ്ടമുണ്ട്. ഇവര് വ്യഭിചാരിണിയെ കണ്ട് രസിക്കുക. കണ്ട് രസിക്കുക. കണ്ടിട്ടൊന്നും മതി വരുന്നില്ലല്ലോ. വരുന്നോ? പണ്ട് ഞാനെപ്പോഴും പറയും, പുരാണ കഥയാ. സ്കൂളിലും ഒരു വരി പഠിച്ചതാ. നമ്പ്യാരുടെ ഫലിത സാമ്രാട്ടാണല്ലോ അദ്ദേഹം എഴുതിയ കല്യാണ സൗഗന്ധികം. അപ്പം അതിനകത്ത് ഭീമൻ ഭാര്യയ്ക്ക് പൂ പറിക്കാൻ പോയി. പൂവിൻ്റെ പേരും മറന്നുപോയി. കല്യാണ സൗഗന്ധികം. പൂ പറിക്കാൻ പോയി. അപ്പോൾ അത് പൂ പറിക്കാനായിട്ട് പോയി. അന്ന് ദൂരെ വെച്ച് തടസ്സങ്ങളൊക്കെ ഒത്തിരി വന്ന പഠിച്ചതാ. വഴിയിൽ ഒരു കുരങ്ങനും കടന്നു. അങ്ങോട്ട് മാറാൻ പറഞ്ഞ പുള്ളി പറഞ്ഞ് ഗത കൊണ്ട് അങ്ങോട്ട് മാറ്റി വെച്ച് അങ്ങ് നടന്നു പോകാൻ പറഞ്ഞു. ആരോഗ്യമുണ്ടല്ലോ, ഗതയും കയ്യിലുണ്ടല്ലോ. പുള്ളി ഗത കൊണ്ട് പൊക്കി വെച്ചെന്ന് മാലനങ്ങുന്നില്ല. പഠിച്ചതല്ലേ, സാമി പഠിച്ചതല്ലേ? പഠിച്ചതാ. അപ്പോൾ ഇയാൾ ഇങ്ങനെ ചിളക്കിയിട്ടൊന്നും ഈ വാല അനങ്ങുന്നില്ല. പുള്ളി അവിടെ ചരിഞ്ഞ് കിടന്നുകൊണ്ട് പുള്ളിയോട് ചോദിച്ചു, മുറിയുന്നെന്തടോ ഭീമ, ഗതയോ നമ്മുടെ വാലോ. അത് കേട്ടപ്പോൾ പുള്ളിക്ക് പിന്നെ ഇളക്കമായി. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി അവിടുത്തെ പ്രശ്നമെല്ലാം പരിഹരിച്ചങ്ങ് ചെന്നു. അപ്പം ചെന്നപ്പം പൂ കണ്ടു. കുളത്തിനകത്ത് പൂ കാണുക മാത്രമല്ല, അതിനു മുന്നേ വേറെ ഒത്തിരി കണ്ടു. അത് നമ്പ്യാർ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ: കല്ലോലജാലം കളിക്കുന്ന കണ്ടു, കമലമണി നിറമുടയ കമലമത് കണ്ടു. എല്ലാം പുള്ളി കാണുക. ഇതും കാണുകയായിരുന്നു. കണ്ട് രസിച്ചെന്ന് ഭീമൻ രസിച്ചതുപോലെ കല്ലോലജാലം കളിക്കുന്ന കണ്ടു, കമലമണി നിറമുടയ കമലമത് കണ്ടു. കല്യാണിമാരും കുളിക്കുന്ന കണ്ടു, അതും കണ്ടു. പൊല്ലുമയ്ക്കൊട്ട് ചട്ടില ജലവട്ടവും അത് കണ്ടു. അന്നങ്ങളങ്ങൂ പറക്കുന്ന കണ്ടു, അതും കണ്ടു. അനതരനമവയ്ക്കൊട്ടയ്ക്ക് നടനമത് കണ്ടു. ഐരാവതം വന്നിറങ്ങുന്ന കണ്ടു, അതും പുള്ളി കണ്ടു. മാരാരിക്കൂത്തൻ മതിക്കുന്ന കണ്ടു. ഗന്ധദ്വീപം വന്നിറങ്ങുന്ന കണ്ടു. എല്ലാം പുള്ളി കണ്ടു. എന്ന് പറഞ്ഞ പോലെ ഇവരും ഇതാ വ്യഭിചാരിണിയെ കണ്ടു. ഒന്നുകൂടെ വായിച്ചു. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കും. അയ്യോ, രസിക്കുക. പാതിരാത്രി ആയാലും രസം തീരുന്നില്ല. എപ്പോൾ നോക്കിയാലും ഉണ്ട്, ലൈനിലുണ്ട്. സഭായത്തിനിരിക്കും അങ്ങ് കുടുന്നു പോകുക, വേനക്കുരു വന്നതുപോലെ. സഭായം 12:30 കഴിഞ്ഞാൽ ഉടനെ കുടുന്നു പൊങ്ങുക. ഇത് മുതുപാതിര വരെ ഇതിരുന്ന് കണ്ടിട്ടും കണ്ണിലാന്ന് ഉറക്കം വന്നു. കണ്ണെല്ലാം ചെല്ല് കണ്ട് നെഞ്ചത്ത് വെച്ചങ്ങ് അതങ്ങ് അവിടെ തന്നെ ഇരിക്കുക. ഒന്നേ ഭർത്താവില്ലേ, ഭാര്യ അല്ലേ, പിള്ളേർ ആരേലും വന്നെടുത്ത് പിന്നെ ഞാൻ കള്ളവൊന്നുമല്ല പറയുന്നത്. കണ്ടു വ്യഭിചാരിണിയെ കണ്ട്. പിന്നെ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യും. അയ്യോ, ഇത് കണ്ടിട്ടൊന്നും തൃപ്തി വരുന്നില്ല. തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം. അയ്യോ, നല്ല അഭ്യാസമാ ദ്രവ്യാഗ്രഹത്തില്. അവന്റെ പോക്കറ്റ് ഇരിക്കുന്നത് നമ്മുടെ ബാഗിനകത്ത് വരുത്താൻ നല്ല അഭ്യാസം തികഞ്ഞവര്. കോടിക്കണക്കിനുള്ളവരും കൺവെൻഷനോ അല്ലെങ്കിൽ മറ്റു യോഗത്തിനൊക്കെ പൊതുവിൽ അവർക്ക് സമയം കൊടുത്ത് അവർ എഴുന്നേറ്റ് പറയുന്നത് ദൈവനാമത്തിന് മുഖത്തും ഉണ്ടാകട്ടെ, ദൈവം നടത്തുന്നു. കഴിഞ്ഞ ആഴ്ചയും 2 കവർ പാല് മേടിക്കുവാൻ വളരെ ചില കൺവെൻഷൻ നടത്തുമ്പോൾ കിടന്ന് തെണ്ടുന്ന കണ്ടിട്ടില്ലേ? അവിടെ ഇരിക്കുന്ന ഒരാൾ നിരൂപിച്ചാൽ മതി. ഇതുപോലെ 9 കൺവെൻഷൻ. ഞാൻ പറയുന്നത് പിന്നെ സാറിന് പിടി കിട്ടുന്നുണ്ടോ? ഇല്ല. കാരണം അങ്ങ് യാചിക്കുക, തായോ. നല്ല അഭ്യാസം തികഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ വിവരിക്കുന്നില്ല. അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ. അവര് ശപിക്കപ്പെട്ടവരാ. അങ്ങനെയുള്ളവർ ശപിക്കപ്പെട്ടവരാ. ആവശ്യമില്ലാത്ത കാണുവാൻ നിന്റെ കണ്ണ് വിനിയോഗിക്കരുത്, കേൾക്കാൻ ചെവിയും ചായിക്കരുത്. ഒരു പഴയ പാട്ടിന്റെ വരിയുണ്ട്, അറിയാമെങ്കിൽ പാട്.
മായയെ നോക്കാതെ വണ്ണം മമ കൺകൾ നീ തിരിച്ചു. മായയെ നോക്കാതെ വണ്ണം മമ കൺകൾ നീ തിരിച്ചു. മകൾ ഗുരു നിൻ വഴിയിൽ എന്നെ നടത്തണമേ. മകൾ ഗുരു നിൻ വഴിയിൽ എന്നെ നടത്തണമേ. ഇന്നത്തെ എൻ ക്രിയകളും വാഗ്മനോഭാവങ്ങളെല്ലാം, ഇന്നത്തെ എൻ ക്രിയകളും വാഗ്മനോഭാവങ്ങൾ. നല്ല വരികളാ. എനിക്ക് തോന്നുന്നത് പി വി തൊമ്മിയുടെ ആണോ ടി ജെ വർഗീയ ആശാന്റെ ആണോ എന്നൊരു ഡൗട്ടുണ്ട്, കൃത്യം അറിയത്തില്ല. രാവിലെ ഇതൊക്കെ പാടണം. അല്ല, രാവിലെ ഇരുന്ന് പാടുക. എൻ്റെ വീട്ടിൽ ആകാരം, രാവിലെ ഇത് തന്നെ. കുറയണ്ട. രാവിലെ ഇങ്ങനെയുള്ള ചില പാട്ടുകളൊക്കെ പാടിയേച്ചൊന്ന് പോയേ, സുഖമാ, നല്ല വരികളാ. ഇന്നത്തെ എൻ ക്രിയകളും വാഗ്മനോഭാവങ്ങളെല്ലാം, വാക്കും ക്രിയകളും മനോഭാവവും എല്ലാം അവിടുത്തെ ഹിതം പോലെ ആക്കണമെന്ന് ഞാൻ എപ്പോഴും പറയും. നല്ല പാട്ടുകളുണ്ട്, അതെല്ലാം ഇട്ടേച്ചാ ഇപ്പം ഏതാണോ. ഇപ്പോഴത്തെ എല്ലാ പാട്ടും ഒന്നും മോശമല്ല, ചില പാട്ടുകളുണ്ട്, നല്ല പാട്ടുകളുണ്ട്, എല്ലാം ഒന്നും മോശമല്ല. എന്നാലും പണ്ട് കുഞ്ഞാപ്പിച്ചാൻ അമേരിക്കയിൽ പോയപ്പം വേറൊരാളെ ശുശ്രൂഷ ചെയ്യിപ്പിച്ച് വെച്ച് പോയി. നമ്മുടെ ടി എ ചെറിയാച്ചൻ ഈയിടെ കടന്നു പോയ കറുകച്ചാല സെൻട്രൽ പാസ്റ്റർ, ബഹുമാന്യ കർത്തദാസൻ, അദ്ദേഹം ഒരാളെ ശുശ്രൂഷ ചെയ്യിപ്പിച്ച് ഞാൻ അമേരിക്കയ്ക്ക് വരുന്നിടം വരെ. അപ്പം അച്ഛൻ അങ്ങ് പോയി. അപ്പോൾ ആ സഭയിലെ വേറൊരു അമ്മ കുറച്ച് നാൾ കഴിഞ്ഞപ്പം അന്നൊക്കെ ഇപ്പോഴല്ലയോ ഫോണ്, എഴുത്തെഴുതി കുഞ്ഞാപ്പിച്ചായന് എത്രയും സ്നേഹം നിറഞ്ഞ ബഹുമാന്യ കർത്തദാസൻ കുഞ്ഞാപ്പിച്ചായൻ അറിയുന്നതിന് ഇന്നിടത്തെ കൊച്ചമ്മ എഴുതുന്ന കത്ത്. അപ്പോൾ എഴുതിയതിൽ ഒത്തിരി കാര്യം എഴുതിയതിൽ ഒരു വാചകം ഇതാ: ഇവിടെ വിളമ്പിന് യാതൊരു കുറവുമില്ല എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ച പുള്ളി നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ടെന്നാ. ഇവിടെ വിളമ്പിന് യാതൊരു കുറവുമില്ല, എന്നാലും അമ്മ വിളമ്പുന്നതല്ലയോ നല്ലത്. എന്തിനാ ഒത്തിരി എടുക്കുന്നത്? മതി. അച്ചായൻ കത്ത് വായിച്ച ഉടനെ തന്നെ ടിക്കറ്റ് എടുത്ത് ഇഞ്ഞ് വരുമായിരുന്നു നെടുങ്ങാടപ്പള്ളിക്ക്. വന്നില്ലായിരുന്നെങ്കിൽ സഭയെ പ്രശ്നം ഉണ്ടായിരുന്നു. അവരൊക്കെ ബുദ്ധിയുള്ളവരായതുകൊണ്ട് കൊച്ചമ്മ ആരുടെയും പേരും പരാമർശിച്ചില്ല. ആവശ്യമില്ലാത്ത ഒന്നും നമ്മളാന്ന് എല്ലാവരുടെയും പേര് വെച്ച് അങ്ങോട്ട് എഴുതിയാനും ഇൻഷ്യലും തെറ്റാണ്. എഴുതാൻ മിടുക്കുള്ള ഒത്തിരി പേരുണ്ട്. വളരെ ബുദ്ധിയോടെ അമ്മ കൈകാര്യം ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കുക, ആവശ്യമില്ലാത്ത ശാപമൊന്നും ജീവിതത്തിൽ വരരുത്. ഇനി ശാപം വരാൻ ഒത്തിരി കാര്യമുണ്ട്. ആവർത്തന പുസ്തകം 27-15 മുതൽ താഴോട്ട് വായിച്ചാൽ ശാപത്തിന് നീണ്ട പട്ടികയാ. മാതാപിതാക്കളെ ശുശ്രൂഷിച്ചില്ലെങ്കിൽ ശാപമാ. കുരുടനെ വഴി തെറ്റിച്ചാൽ ശാപമാ. അതിര് മാന്തിയാൽ ശാപമാ. അതെല്ലാം എടുത്ത് വായിച്ചാൽ ഇന്ന് പ്രശ്നമാകും. വേണ്ട, വീട്ടിൽ പോയി വായിരും. നമ്മുടെ വിഷയത്തിൽ വരാം. ഗലാത്യ ലേഖനം 6:14 വായിച്ചത്. 1-ാമത്തെ അധ്യായത്തിൽ അവൻ ശപിക്കപ്പെട്ടവരുടെ ലിസ്റ്റിലിരിക്കുക ശാപം. 2-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, നിങ്ങൾ നന്നായിട്ടൊക്കെ ഓടി, ഇപ്പം നിങ്ങൾക്ക് പഴയതുപോലെ ഓടാനും പോകാനും ഒന്നും ഒക്കുന്നില്ല. 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, ക്രിസ്തുയേശുവിനെ ഇത്ര വ്യക്തമായിട്ട് വരച്ചു കിട്ടിയ നിങ്ങളെ ആരായി ശൂദ്രം ചെയ്ത് മയക്കിയത്? നിങ്ങൾ എന്നാ ഒരു മന്നത മയക്കോ ഒരു മരുവക്കേടിലൊക്കെ ഇരിക്കുന്നേ? ഇത്ര ക്ലിയർ ആയിട്ടല്ലേ തന്നിരിക്കുന്നേ? എന്തിനാ സങ്കടപ്പെടുന്നേ? 4-ാം അധ്യായത്തിൽ വന്നപ്പം പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചതെല്ലാം വെറുതെ ആയോ എന്ന് എനിക്കിപ്പോൾ ഭയമാണ്. ഒത്തിരി കഷ്ടപ്പെട്ടും ബന്ധപ്പെട്ടുമാ നിങ്ങളെ ഈ മാർഗത്തിൽ കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പം നിങ്ങളുടെ പോക്കും രീതിയൊക്കെ കണ്ടിട്ട് സങ്കടം തോന്നുന്നു. കാരണം 4:11 വായിച്ചത്. 4:11 വായിച്ചേ. നിങ്ങൾ ദിവസങ്ങളും അല്ല 11 വായിച്ചേച്ച് 10 വായിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ എനിക്കിപ്പോ ഭയം. പൗലോസ് പറയാ, ഒത്തിരി ബന്ധപ്പെട്ടും പ്രയാസപ്പെട്ടൊക്കെയാണ് നിങ്ങളെ ഈ മാർഗത്തിൽ കൊണ്ടുവന്നതേ. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ പോക്കും രീതിയും കണ്ടിട്ട് എനിക്ക് പേടിയാണ്. അതിന് കാരണം 10-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും എല്ലാം ഇപ്പൊ നിങ്ങൾ പ്രമാണിക്കുന്നു. പണ്ടൊന്നും ഇതില്ലായിരുന്നു ബെന്തിക്കോസുകാർക്ക്. ഇപ്പൊ ഒത്തിരി പ്രോഗ്രാമാണ് ഇഷ്ടം പോലെ. കാരണം പഴയ പരുവക്കേടെല്ലാം മാറി. അന്ന് എല്ലാവർക്കും ഒന്നും വീടില്ല, എല്ലാവർക്കും വണ്ടിയൊന്നുമില്ല, എല്ലാവർക്കും ബാങ്കിലും ഒന്നുമില്ല, പാസ്ബുക്കുള്ള വിശ്വാസികൾ തന്നെ വിരലിലെണ്ണാവുന്നവരെ ഉള്ള. അന്ന് കാറും ഒന്നുമില്ല, IPCയിലൊന്നും പണ്ട് ആർക്കും എല്ലാവർക്കും ഒന്നും കാറിൽ കേട്ടിട്ടുണ്ട്. ആകെ 2 പേർക്കായിരുന്നു അന്ന് കാറ്. ഒന്ന് മെഴുവേലി ചെറിയാച്ചനും 2 സാറപ്പച്ചനും. അത് സ്വീഡനിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ സായിപ്പം കണ്ട് കപ്പലിൽ അങ്ങനെയല്ലയോ പിന്നെ കപ്പലെ കൊടുത്ത് വിട്ടതാ. 2 കാറ് സ്വീഡനിൽ പോയി. സ്വീഡൻ സായിപ്പ് 2 കാറ്. പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം മഴക്കാറായിരുന്നു. നമ്മുടെ കാറാ. മുറ്റത്തോട്ടിറങ്ങി നോക്കണം, നമ്മുടെ കാറ് വേണ്ട. അതിൻ്റെ ചരിത്രമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല.
അപ്പൊ എല്ലാവർക്കും ഒന്നും അങ്ങനെ വലിയ മെച്ചമില്ല. അതുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന പോലെ ഒത്തിരി പ്രോഗ്രാമുകളൊന്നും വന്ന് ഇല്ല. ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും സപ്തതിയും ഷഷ്ടിയും പിന്നെ പൊന്നാട അണിയിക്കുന്നതും ഒക്കെ കൊണ്ട് കൊടുക്കുന്നതും ഇരുത്തി ഉണ്ടല്ലോ ഓരോന്ന്. എന്തുവാ അതിന് പറയുന്നത് എനിക്കറിയാൻ മേലതൊന്നും. എനിക്ക് ഈ ആംഗലേയ ഭാഷ വശമില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ കിട്ടുകയല്ല. ഇപ്പോഴല്ലയോ പൂമാല, ഇന്ദ്ര ക്ഷേത്രത്തിലെ അവിടുത്തെ പൂമാലയെല്ലാം നമ്മളങ്ങ് സ്വീകരിക്കുക. ഇട്ടാട്ടെ ഒരു ഷോക്കേസ് വെച്ച് ഒരു ഫോട്ടോ വാട്സപ്പിലും ഒക്കെ ഇട്ട് ലൈക്ക് അടിക്കണം. അവനും കൊള്ളാം. ഇതല്ലേ ഇപ്പോഴത്തെ പരിപാടിയൊക്കെ ഇതാ. ആട്ടെ, നമുക്ക് ആ വിഷയം വിട്ടേക്കാം. ഇതെല്ലാം കണ്ടേച്ച് പൗലോസ് പറയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് ഇപ്പം വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. 5-ാം അധ്യായത്തിലേക്ക് പറഞ്ഞു, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം കേട്ടോ. ഇതിന്റെ ഒന്നും പുറകെ പോകരുത്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതിനനുസരിച്ച് നടക്കണം. 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. ഞാൻ വേഗത്തിൽ നിർത്താം. ഇങ്ങനെ പറഞ്ഞ ഓരോ അധ്യായത്തിലൂടെ വരണം. നമുക്ക് സമയം എന്തുവായി? 9 ആയോ? എപ്പോഴാണ് നിർത്തണ്ടേ? ഷേണായി പാസ് എന്ത് ചെയ്യാൻ? എപ്പോഴാണ് നിർത്തണ്ടേ? ഇപ്പം നിർത്തണോ ഇച്ചിരി കഴിഞ്ഞ് നിർത്തണോ? ഞാൻ എന്തിനും തയ്യാറാ. പിന്നെ സാറേ എപ്പം നിർത്തണം? എന്ത് ചെയ്യേ? ഇച്ചിരൂടെ എടുത്തോട്ടെ. അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് എനിക്ക് കേൾക്കാനും മേല. എടുത്തോളാനാണോ പറഞ്ഞേ? എടുക്കാം. അപ്പൊ നമ്മൾ 6-ന്റെ 14 വായിച്ചു. 1-2 കാര്യം വേഗത്തിൽ നമുക്കങ്ങ് ചിന്തിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ പറയും വാക്യം വായിച്ചു വെച്ച് പുള്ളി അതിലേ ഒന്നും പോയില്ല, പുള്ളി വേറെ അതിലേ കൂടാ. അവിടെ ഇപ്പോൾ വരത്തം പറയും അവിടെ തൊഴിലാതാ. പിന്നെ അടുത്തവൻ പറയും ഇങ്ങനെയുള്ളവനെ ഒന്നും വിളിക്കരുത്. ഇന്നാളൊരുത്തൻ എന്നോട് നേരിട്ട് പറഞ്ഞു, അച്ചായനെ വിളിക്കുന്ന വചന ശുശ്രൂഷയ്ക്കൊന്നുമല്ല. ഞാൻ ചോദിച്ചു, പിന്നെ അച്ചായൻ വരുന്ന നാൾ കൂടും സ്വോത്രകാഴ്ച കിട്ടുമെന്ന്. അവൻ എന്നോട് പറഞ്ഞതാ. ഞാൻ അന്തം വിട്ടുപോയി. എന്നോട് പറഞ്ഞതാ. അച്ചായനെ പ്രസംഗത്തിൻ്റെ മെച്ചം കൊണ്ടൊന്നും വിളിക്കുന്നതല്ല. അച്ചായൻ വരുന്നെന്ന് അവൻ പറഞ്ഞതാ. വളിപ്പടിക്കും, വളിപ്പ് കേൾക്കാൻ ആൾക്കാർ. ഞാൻ ഇത്ര നേരം വളിപ്പാണെന്നോ പറഞ്ഞു, വചനമല്ലേ പറഞ്ഞേ. ഈ വിവരദോഷിക്കൊക്കെ ഇനി എന്നും മനസ്സിലാക്കി വിതേ. ഇനിയും ഞാൻ വചനം പറയാൻ പോവുക, ഇച്ചിരൂടെ പറയും. അപ്പൊ ശ്രദ്ധിക്കുക, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇട വരരുത്. ഇന്ന് രാത്രി ഞാൻ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 1-2 കാര്യം പറയാം. ഒരു വ്യക്തിക്ക് ക്രൂശിലെ പ്രശംസിപ്പാനുള്ള കാരണം 1-2 കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം. ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, എനിക്ക് നിങ്ങൾക്കും വല്ലോം 2 കാര്യം പറയാനുണ്ട്. കാൽവറി ക്രൂശിലാണ് നമുക്ക് വേണ്ടി ജീവനെ തന്നവൻ, നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, നമ്മെ രക്ഷിച്ച്, നമ്മെ വിടുവിച്ച്, പാപത്തെ മോചിച്ച്, രോഗത്തെ സൗഖ്യമാക്കി, ശാപത്തെ നീക്കി, നമുക്ക് സമാധാനം നൽകിയ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ ഓടിച്ചു പറയാ. ഈ ക്രൂശിൽ പ്രശംസിപ്പാനുള്ളതിന്റെ കാരണം ഒന്നാമത്തെ കാരണം കൊലോസി ലേഖനം 1:20. ഇനി ചടികടാന്ന് വായിക്കണം. 1:20 കൊലോസി ലേഖനം 1:20 വായിച്ചാട്ടെ. ക്രൂശിൽ പ്രശംസിക്കാൻ അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ദൈവ പൈതലിന് ക്രൂശിൽ പ്രശംസിപ്പാനുള്ള കാരണം ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു. അതുകൊണ്ടായി ക്രൂശിൽ പ്രശംസിക്കുന്നത്. ഒരുവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ രക്തം ചീന്തി. പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവരി കൊലമരം വരെ അവൻ മരക്കഷണം എടുത്തുകൊണ്ട് വേച്ചും മുറച്ചും മുഖത്തെ രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി, അവൻ കന്നത്ത് അടിയേറ്റവനായി, കാർക്കിച്ചു തുപ്പൽ അവൻ ഏറ്റവനായി, അവൻ പ്രവചന ഭാഷകൾ സങ്കീർത്തനക്കാരെ പാടി മുതുക ഉടവിലാലുപോലെ നീളത്തെ കീറപ്പെട്ടവനായി, വേച്ചും മറച്ചും കണ്ടാൽ അയാളല്ലെന്ന് തോന്നുമാറ് അവൻ വിരൂപമാക്കപ്പെട്ട ക്രിസ്തു. അവൻ വളരെ വീണും വേച്ചും മറച്ചും ആ മരക്കഷണം എടുത്തുകൊണ്ട് കാൽവരിയിൽ ചെന്ന് 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ഇരുമ്പാടുകളോ ആ ക്രൂശിതനായി കിടക്കുക. ആ ക്രൂശിൽ എന്റെയും നിന്റെയും പാപം പരിഹരിക്കുവാൻ, എന്റെയും നിന്റെയും ശാപം മാറ്റുവാൻ, എന്റെയും നിന്റെയും സകല കെടുതിയും മാറ്റുവാൻ അവിടുത്തെ പരിശുദ്ധ രക്തം ക്രൂശിൽ ചൊരിഞ്ഞു. അതുകൊണ്ടാണ് ക്രൂശിൽ പ്രശംസിക്കുന്നത്. എന്താ ഇത് ഈ രക്തം വിലയേറിയ രക്തമാ, ഇത് പരിശുദ്ധ രക്തമാ, ഇത് നിർമ്മല രക്തമാ, ഇത് ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ, ഇത് ആട്ടുകൊറ്റന്മാരുടെ കാലക്കിടാക്കളുടെ രക്തത്താക്കൾ വിലയേറിയ രക്തമാ. ആ പരിശുദ്ധ രക്തം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ചൊരിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ക്രൂശിൽ പ്രശംസിക്കുന്നത്. നിൻ സ്നേഹത്തെ പ്രകാശിപ്പിക്കും ക്രൂശിനെ നിൻ സ്നേഹത്തെ
പ്രകാശിപ്പിക്കും ക്രൂശിനെ ദർശിച്ച നേരം നാഥേ, നിനക്കു ഞാൻ അധീനനാ. ദർശിച്ച നേരം നാഥേ, നിനക്കു ഞാൻ അധീനനാ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ പൗലോസ് പറഞ്ഞ എനിക്ക് ക്രൂശിലാണ് പ്രശംസ. എന്തുകൊണ്ടാണ് ഒരു ദൈവമക്കൾ ക്രൂശിൽ പ്രശംസിക്കുന്നത്? ഒന്ന്, ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. അതുകൊണ്ട് എന്തോ സംഭവിച്ചു. രക്തം ചൊരിഞ്ഞത് കൊണ്ട് അടുത്ത വാക്യമുണ്ട്, നമുക്ക് സമാധാനം ഉണ്ടായി. സമാധാനം. ഒരു കാലത്ത് സമാധാനമില്ലായിരുന്നു. സമാധാനം തേടി എവിടെല്ലാം മണർകാട്ട് പോയി, പുതുപ്പള്ളി പോയി, പരിമലയിൽ പോയി, മഞ്ഞണിക്കരയിൽ പോയി, പിന്നെ തമിഴ്നാട്ടിലൊരു സ്ഥലമുണ്ടല്ലോ, വേളാങ്കണ്ണിക്ക് പോയി, കിഴക്കോട്ട് പോയി, പടിഞ്ഞാട്ട് പോയി, ഇതൊക്കെ ഒരു തള്ളയുണ്ട്, അവിടെ പോയി. സ്തോത്രം. ശാന്തമേടരൊക്കെ പോയി, തങ്കമേടരൊക്കെ പോയി, തോമാടരൊക്കെ പോയി. അല്ല ഇവിടെ അടുത്ത് കരിമ്പില് കരിമ്പ് തിന്നാനല്ല, എവിടെല്ലാം നമ്മൾ പോയി, നടന്നു പോയി, ഉരുണ്ടു, മുട്ടയിലടഞ്ഞു, എന്തെല്ലാം കാട്ടിക്കൂട്ടി. സമാധാനം വല്ലതും ഉണ്ടായോ? ആണ്ടോടാണ്ട് ചെയ്യുക, ഒരു സമാധാനവും ഉണ്ടായാലും പ്രവാചകൻ പറയുക ഇതെല്ലാം ചെയ്തിട്ടും സകല മുഖവും വിളറിയിരിക്കുന്നെന്ന്. ഇതെല്ലാം ചെയ്തിട്ട് സകല മുഖവും വിളറിയിരിക്കുന്നു. യെരമ്യാവ് പറഞ്ഞത് ഒരു ഗുണവും വന്നില്ലെന്ന്. ഇങ്ങനെ ഒരു ഗുണവും വരാതെ സകല മുഖവും വിളറിയിരിക്കുമ്പോൾ കാൽവറിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തി. ആ പരിശുദ്ധ രക്തത്താൽ എനിക്ക് നിങ്ങൾക്ക് സമാധാനമുണ്ടായി. നായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ എന്തിനാകൂലം കലരും മനമേ എന്തിനാകൂലം കലരും മനമേ. അരമയ്യാത്ത ദൈവത്തെ സ്തുതിക്കേ. എന്തിയാ നമ്മുടെ മോൻ എന്തിയാ എവിടെ പോയി? അതിനും അത്യാവശ്യ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, ക്രൂശിൽ അവൻ രക്തം ചിന്തി. ആ രക്തം ചിന്തിയത് കൊണ്ട് എനിക്ക് നിങ്ങൾക്കും സമാധാനമുണ്ടായി. ഓടിച്ചു പറയാം എന്തിലൊക്കെ ആരോടൊക്കെയാ സമാധാനം? ഒന്ന്, ദൈവത്തോട് സമാധാനം ഉണ്ടായി. 5:1 റോമാലേഖനം 5 അറിവുള്ള വാക്യം വായിച്ചു വിടാനേ ഒക്കുമ്പോൾ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ വിശദീകരിക്കാൻ. 5:1 പെട്ടെന്ന് റോമാലേഖനം 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം. അപ്പൊ ക്രൂശിൽ രക്തം ചൊരിഞ്ഞത് കൊണ്ട് നമുക്ക് സമാധാനമുണ്ടായി. ആരോടൊക്കെ? ഒന്ന്, ദൈവത്തോട്. അതിനാ നമുക്ക് അങ്ങോട്ട് അടുക്കാനൊക്കുകയല്ലായിരുന്നു. അടുക്കാനൊക്കത്തില്ല. നമ്മളെ ശത്രുക്കളായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ആ ഏരിയയിലോട്ട് കണ്ടാൽ മറ്റവന്മാർ വെച്ചേക്കത്തുമില്ല. ന്യായപ്രമാണമാണ് യഹൂദനെ നോക്കി അങ്ങ് അനുഗ്രഹിക്കുക. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. തിരിഞ്ഞ് നമ്മളെ നോക്കിയാൽ പട്ടണത്തിൽ നിന്നെ വണ്ടി ഇടിക്കും. നമുക്ക് യഹൂദനെ നോക്കിയിട്ട് പറയുമ്പോൾ കോട്ടയം പട്ടണത്തിൽ നിന്നെ അനുഗ്രഹിക്കും. നേരെ തിരിഞ്ഞ് കോട്ടയം പട്ടണത്തിൽ വെച്ച് നിന്നെ ടാങ്കറിലോട് ഇടിച്ച് നീ നമുക്ക് ശാപമാണ്. മനസ്സിലായോ? വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. തിരിഞ്ഞേച്ച് നിന്റെ വയലിലെല്ലാം മുഞ്ഞ വീഴും. നമുക്ക് അടുക്കാനൊക്കത്തില്ലെന്ന്. ശത്രുക്കളല്ലേ? സ്തോത്രം. ഉടനെ പറയും നിന്റെ ഗർഭമെല്ലാം അനുഗ്രഹിക്കപ്പെടും. തിരിഞ്ഞേച്ച് ഒരെണ്ണം ഗുണമാകുകയല്ല, കാലാപ്രതല്ലും. ചുരുക്കി പറഞ്ഞ ന്യായപ്രമാണം അവരെ അങ്ങ് അനുഗ്രഹിക്കുക. തിരിഞ്ഞേച്ച് നമ്മളെ പരാകുകയും ശാപിക്കുകയും നമ്മളെ ശത്രുക്കളായിട്ടല്ലേ. പക്ഷേ ആ ശത്രുതയെല്ലാം മാറ്റി ഇപ്പം നമുക്ക് ധൈര്യത്തോടെ അങ്ങോട്ട് അടുത്തിയല്ല. കാരണം ദേഹമെന്ന തിരശ്ശീല ചീന്തി ഒരു പുത്തൻ വഴി നമുക്ക് ഒരുക്കിയിട്ടിരിക്കുക. ധൈര്യത്തോടെ അങ്ങോട്ട് കൃപാസനത്തിന്റെ അടുക്കലോട് ചെന്ന് അബ്ബ പിതാവേ എന്ന് വിളിക്കുവാൻ ഉള്ള ആത്മാവിനെയും തന്ന് പുത്രത്വം തന്നെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമുക്കിപ്പോൾ ദൈവത്തോട് സമാധാനമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പം നന്നായിട്ട് പറയാം, എൻ്റെ ദൈവമേ. അങ്ങനെ പറയാം. ഇപ്പോഴും ചെല്ലി പറയാം ഞങ്ങളുടെ പിതാക്കന്മാരുടെ, അങ്ങനെ വിവരക്കേട് വിളിച്ച് പറയരുത് വിറപ്പിച്ചോണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് പറഞ്ഞാൽ പല കക്ഷികൾ വരും. പുതുപ്പള്ളി സൈഡിൽ നിന്നൊക്കെ മനസ്സിലാകുന്നില്ല. അവർ വന്ന് ചോദിക്കും ജോർജ് കുട്ടി എന്തിനാ വിളിച്ചെന്ന്. നമ്മൾ പറയില്ലേ ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ അവിടെ വന്നിട്ടുള്ളതാന്ന് പറയും.
ഇപ്പോൾ ഇച്ചിരി നേർച്ച തരാനും ഉണ്ട് അല്ലേ പറഞ്ഞത്, നേർച്ച കൊടുക്കാനുണ്ട്. അതിന് അതാ പാമ്പ് കയറിയത്. കൊല്ലരുത്, പൊക്കോട്ടെ. ഉണ്ട് പാമ്പിനോട് തരാമെന്ന് മനസ്സിലാകുന്നില്ല. ദൈവത്തിന് മഹത്വം. ഇപ്പൊ നമുക്ക് ദൈവത്തോട് അടുത്തില്ല, ദൈവത്തോട് സമാധാനമായി. ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. ആ രക്തം ചൊരിഞ്ഞത് കൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടായി. ആ സമാധാനം ഒന്ന് ദൈവത്തോട് സമാധാനം, ദൈവത്തോട് അടുത്തല്ല. അബ്ബാ പിതാവേ എന്ന് വിളിക്കാം, എൻ്റെ ദൈവമേ എന്നും വിളിക്കാം. പണ്ട് ഒക്കത്തില്ലായിരുന്നു. മാത്രമല്ല ഇപ്പൊ നമുക്ക് പരസ്പര സമാധാനമുണ്ട്. പരസ്പരം നിങ്ങളാണ്ട് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 18 വായിച്ചേര്. റോമാലേഖനം 12:18. പെട്ടെന്ന് നമുക്ക് കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. ദൈവത്തിന് മഹത്വം. അപ്പോൾ നമുക്കിപ്പം തമ്മി സമാധാനം സകല മനുഷ്യരോടും. നേരത്തെ ശത്രുതയായിരുന്നു. കണ്ടാ മിണ്ടുകയില്ല, കൊമ്പ് കോർക്കും, കൊടുവാളുമായിട്ട് നടക്കും, നിന്നെ വെട്ടും, സ്തോത്രം താട്ടും, ഇതൊക്കെയായിരുന്നു. ഇപ്പൊ അങ്ങനല്ല, തമ്മി സമാധാനം. മാത്രമാണോ ഒന്ന് ദൈവത്തോട് സമാധാനം, 2 നമുക്ക് പരസ്പരം. ഇപ്പൊ അടുത്തടുത്തിരിക്കുന്നില്ലേ? പണ്ടിങ്ങനെ ഇരിക്കുവോ? ഇല്ല. ഇപ്പൊ സമാധാനമാണ്. വൈരാഗ്യമൊന്നുമില്ല. ഇല്ലല്ലോ, ഇല്ല. പണ്ടൊന്നും ഒക്കത്തില്ല. പണ്ട് ഒരാൾ പറഞ്ഞു, ഇപ്പം അത് ഞാൻ പറയുന്നില്ല, വെറുതെ ആലോചന ഉണ്ടാകും. ഒന്ന് ദൈവത്തോട് സമാധാനം, 2 പരസ്പര സമാധാനം, 3 നമ്മിൽ തന്നെ സമാധാനം ഉണ്ടായി. ഇപ്പൊ നമുക്ക് തന്നെ സമാധാനമാണ്. ഫിലിപ്പിയ ലേഖനം എടുത്തോ. ഫിലിപ്പിയ ലേഖനം 4:6-7. അറിവുള്ള വാക്യം വായിച്ചു വിട്ടു. 4:6-7. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ഹൃദയങ്ങളെയും നിലവുകളെയും എന്ന് പറഞ്ഞാൽ 3 നമുക്ക് നമ്മിൽ തന്നെ സമാധാനമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആരും പ്രശ്നമില്ലാത്തവരല്ല. വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ന് രാത്രി ശാന്തമായിട്ട് സമാധാനമായിട്ടിരിക്കുന്നത് ക്രിസ്തു നമ്മുടെ സമാധാനമാണ്. ഓടിച്ചവസാനിപ്പിക്കുക. ക്രൂശിൽ പ്രശംസിപ്പാൻ ഒന്നാമത്തെ കാര്യം, ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി. 2 ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അറിവുള്ള വാക്യമാ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള തിരുവെഴുത്താണ് വായിക്കേണ്ടത്. ഓടിച്ചൊന്ന് വായിച്ചോ. എഫേസ്യ ലേഖനം 2:13 മുതൽ. നിങ്ങളിപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിനെ നടിച്ചുരിടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കി. എല്ലാ വാക്യങ്ങളും വായിപ്പിച്ചു വിടുന്നില്ല. അവിടെ ഒരു പദമുണ്ട്, ഇരുപക്ഷം. ആ ഇരുപക്ഷം ആരാ? ഒന്ന് യഹൂദൻ, 2 യവനൻ. യഹൂദൻ ഒഴികെ ബാക്കി മുഴുവൻ ജാതികളാ. ഇതിലൊക്കെ നമ്മൾ പെട്ടതാ. നമ്മളെല്ലാം ആ ഗ്രൂപ്പിലായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. എന്നാലും നമ്മുടെ ഇടയിൽ ചില ആൾക്കാർ പറയാറുണ്ട്, ഞങ്ങൾ യഹൂദന്മാരാന്ന്. യഹൂദന്മാരാ. എന്നാളൊരു യഹൂദനെ ഞാൻ കണ്ടു. വറകലം തോറ്റുപോകും. വറകലം അടുപ്പേ വെക്കുന്ന വറകലം ഉണ്ടല്ലോ, പുള്ളിയും പറഞ്ഞ് യഹൂദനാന്ന്. വേറൊരു തള്ള പറഞ്ഞു, ഞങ്ങൾ യഹൂദന്മാരാ, ഞങ്ങൾ വിശേഷിച്ച് ബെന്യാമീൻ ഗോത്രക്കാരാണ്. സകല തെളിവ് എൻ്റെ തലയ്ക്ക് വട്ടാ. യഹൂദന ഒറിജിനലല്ല അങ്ങ് പോയി. ഒറിജിനലല്ല പിന്നെ പോയി. 3 വകുപ്പേ ഉള്ളൂ. 1 യഹൂദൻ, 2 ജാതി, 3 ദൈവസഭ. ഇതിനപ്പുറം ഒരു വകുപ്പില്ല. അപ്പൊ ഒരു കാലത്ത് രണ്ട് വകുപ്പേ ഉള്ളൂ. സഭ തുടങ്ങുന്നതിന് മുമ്പ്, സഭ ആരംഭിക്കുന്നതിന് മുമ്പ് യഹൂദനും ജാതി. അതാ ഇരുപക്ഷം. യഹൂദനും ജാതിയും ആ ഇരുപക്ഷത്തെയും സ്തോത്രം ഒന്നാക്കി. സ്തോത്രം. ശത്രുത്വം എന്ന് പറഞ്ഞ ന്യായപ്രമാണം. അതാ ഞാൻ മുമ്പ് പറഞ്ഞ തിരിഞ്ഞാഴ്ച നമ്മളെ പറയാറില്ല. മറ്റവനെ അങ്ങ് അനുഗ്രഹിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് യഹൂദനെ അനുഗ്രഹിക്കും. പട്ടണത്തിൽ അനുഗ്രഹിക്കും, വയലിൽ അനുഗ്രഹിക്കും, ഗർഭവൽ അനുഗ്രഹിക്കപ്പെടും, കൃഷിഫലം അനുഗ്രഹിക്കപ്പെടും, മാവോടിക്കും, തൊട്ടി, കൊട്ട, വട്ടി, ചട്ടി, പട്ടി, കുട്ടി, ഇതിനെല്ലാം നിന്ന് അങ്ങ് അനുഗ്രഹിക്കുക. ശത്രു 1 വടി 7 വടി ചെതറി പോകും. തേനീച്ച പോലെ വരും, മുൾത്തി പോലെ കിടക്കും. ഇതൊക്കെ അവനെ നേരെ സന്ധ്യയാകുമ്പോൾ തിരിഞ്ഞേച്ച്, എൻ്റെ കുഞ്ഞുങ്ങൾ ഒരെണ്ണം ഗുണമാകുകയില്ല, കാലാപ്പുറ തല്ലിപ്പോകും, ഒരെണ്ണം കയറി പിടിക്കുകയില്ല, കാക്ക കാലയിലെല്ലാം മുഴുവൻ പ്രാകുക. അതാണ് ശത്രുത്വം. ആ ശത്രുത്വം ഇല്ലാതാക്കിയതാ ക്രൂശിൽ. അവിടെ ഉണ്ട്, ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതുകൊണ്ട് ആ ക്രൂശിൽ പ്രശംസിക്കുന്നത്. എന്റെ പ്രിയരെ, ശത്രുക്കളും പാപികളും ദോഷികളുമാകുന്ന നമ്മുടെ ശത്രുത്വം മാറ്റിയതാ ക്രൂശിൽ വെച്ചാ. അതുകൊണ്ടാണ് നാം ക്രൂശിൽ പ്രശംസിക്കുന്നത്. സ്തോത്രം. ആ ക്രൂശിലെ മരണത്താൽ എന്തോ സംഭവിച്ചു. ഒന്ന് നിരപ്പിന്റെ ശുശ്രൂഷ, നിരപ്പിച്ചു. അവിടെ ഒരു പദമുണ്ട്, നിരപ്പിച്ചെന്ന്. ഇല്ലയോ? നിരപ്പിച്ചു. അങ്ങനെ വായിച്ചേ. ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാൻ നിരപ്പിച്ചു. നേരത്തെ യോജിക്കുന്നില്ലായിരുന്നു. ക്രൂശിൽ പ്രശംസിക്കാൻ കാരണം ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. നിരപ്പിന്റെ ശുശ്രൂഷ.
TPM പാടുന്ന ഒരു പാട്ടിന്റെ ഒരു വരിയുണ്ട്. നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടൊന്നാക്കുവാൻ വേർപാടിന്റെ നടുചുവർ ഇടിച്ചുവല്ലോ. നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടൊന്നാക്കുവാൻ വേർപാടിന്റെ നടുചുവർ ഇടിച്ചുവല്ലോ. സ്വയമതിലില്ല ഭയമതിലില്ല, സ്വയമതിലില്ല ഭയമതിലില്ല. ഓ താതൻ തൻ ചിത്തത്തെ പാടാൻ നേരമില്ല. ഇത് നിരപ്പിന്റെ ശുശ്രൂഷ. ക്രൂശിൽ പ്രശംസിപ്പാൻ രണ്ടാമത്തെ കാര്യം, ക്രൂശിൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി എന്ന് പറഞ്ഞാൽ ആ ന്യായപ്രമാണത്തിന്റെ ശത്രുതയെ മാറ്റി. മാത്രമാണോ അവൻ ക്രൂശിൽ പ്രശംസിക്കാൻ കാരണം ആ ശത്രുത ഇല്ലാതാക്കി നമ്മളെ സമീപസ്ഥരാക്കി. അതാണ് 13-ാം വാക്യം. സമീപസ്ഥർ എന്നൊരു പദമുണ്ട്. വായിച്ചു വിട്ടേക്കാം. ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി. നേരത്തെ ദൂരെയാ നിന്നത്. ഇപ്പൊ ഇനി അങ്ങനെ നിൽക്കണ്ട, നമുക്ക് അടുത്തോട്ടേക്കെല്ലാം ക്രൂശിന്റെ ചുവട്ടിച്ചെല്ലാം നമ്മളെ സമീപസ്ഥരാക്കി തീർത്തതാണ് ക്രൂശ്. മാത്രമാണോ ആ 15-ാം വാക്യത്തിൽ സമാധാനം ഉണ്ടാക്കി. വായിച്ചേ 15. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട്. 14-ാം വാക്യത്തിൽ ശത്രുത ഇല്ലാതാക്കി. അതുകൊണ്ടായി ക്രൂശിൽ പ്രശംസിക്കുന്നത്. മാത്രമല്ല 14-ാമത്തെ വാക്യത്തിൽ വേർപാടിനെ നടിച്ചുവരെ ഇടിച്ചു കളഞ്ഞു. ഇനി മാത്രമല്ല ഇപ്പൊ പക്ഷം പിടിക്കാനും ഒക്കത്തില്ല. ഇരുപക്ഷം അങ്ങനില്ല, ഗ്രൂപ്പുകളിയൊന്നും ഇല്ല. പാനലും പക്ഷെ നമുക്കുണ്ട്. ചില പ്രത്യേക മാസങ്ങളിലൊക്കെ വണ്ടി പിടിച്ച് കാസർഗോഡ് മുതൽ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാഴിയാന്നോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാന്നോ? ഉണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഇത് വേറെ മാർഗമാണ്. ഇപ്പൊ പക്ഷം പിടിക്കുന്നൊന്നുമില്ല. ദൂതനോട് ചോദിച്ചു, നീ ആരുടെ പക്ഷമാണ്? പുള്ളി പറഞ്ഞു, ഞാൻ ആരുടെയും പക്ഷമല്ല, ഞാൻ സൈന്യങ്ങളുടെ യഹോവയുടെ അധിപതിയാ, ദൂതനാ. കൊരിന്ത് സഭയിലുണ്ടായിരുന്ന അപ്പൊല്ലോസിന്റെ പക്ഷം, പൗലോസിന്റെ പക്ഷം, ഗേബാമിന്റെ പക്ഷം, പിന്നെ ക്രിസ്തുവിന്റെ പക്ഷം. എല്ലായിടത്തും ഉണ്ട് പക്ഷം. എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്നത് ആ ക്രൂശിൽ ശത്രുത്വം ഇല്ലാതാക്കിയപ്പോൾ ഇനിയിപ്പോ പക്ഷം പിടിക്കാനൊക്കത്തില്ല. മാത്രമാണോ 15-ാമത്തെ വാക്യത്തിൽ പുതിയ മനുഷ്യനാക്കി. പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തു. സ്തോത്രം. മാത്രമല്ല 18-ാം വാക്യത്തിൽ പിതാവിങ്കിലേക്ക് നമുക്ക് പ്രവേശനവും ലഭിച്ചു. ദൈവത്തിന് മഹത്വം. ഓടിച്ചു നിർത്തുക. 2 പോയിന്റോട് പറയാം. അപ്പൊ ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം ദൈവത്തിന് മഹത്വം. അവൻ ശത്രുത്വമില്ലാതാക്കി. 1, ക്രൂശിൽ രക്തം ചൊരിഞ്ഞു, അതുകൊണ്ടാണ് പ്രശംസിക്കുന്നത്. 2, ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. 3, ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം കൊലോസ്യ ലേഖനം 2:14 ഒന്ന് വായിച്ചു. ഇനി വായിച്ചു വിടാം. 2:14. കൊലോസ്യർ 2:14. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച്. അപ്പോൾ വിരോധവും പ്രതികൂലമായ കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നമുക്ക് വിരോധവും പ്രതികൂലമായതിന് ക്രൂശിൽ തറച്ചെന്ന്. ഇനി നമുക്ക് വിരോധവും പ്രതികൂലമായ ഒരു കൈയെഴുത്തില്ല. ന്യായപ്രമാണം നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്നു. സ്തോത്രം. സാറെഴുതിയ ഒരു പാട്ടിന്റെ വരിയുണ്ട്. കല്ലുകളിൽ വരച്ചതാ ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്ന ഈ നമ്മെ. കല്ലുകളിൽ വരച്ചതാ ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്ന ഈ നമ്മെ. അല്ലൽ കൂടാതെ തന്റെ തുല്യം ഇല്ലാതെ, അല്ലൽ കൂടാതെ തന്റെ തുല്യമില്ലാതെ കണ്ടെത്തി പുതു ഉള്ളം പകർന്ന അവന്റെ വചന സമാജമേ, നിങ്ങളശം ദൈവനാഥനെ സ്തുതിപ്പീൻ. നിങ്ങളശം ദൈവനാഥനെ സ്തുതിപ്പീൻ. ഓടിച്ചെന്റെ വാക്കുകൾ നിർത്തട്ടെ, എല്ലാം വിവരിക്കുന്നില്ല. അവ ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം 1, ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. സ്തോത്രം. 2, ആ ക്രൂശിൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി. 3, വിരോധവും പ്രതികൂലമായ കൈയെടുത്ത് ക്രൂശിൽ തറച്ചു. സ്തോത്രം. വിരോധം എന്നാ ഭാവിയാണെന്നായിരുന്നു, പ്രതികൂലം എന്നാ ശിക്ഷാവിധിയായിരുന്നു. വിരോധം ഭാവിയാണെന്നാ, ഭാവി എന്ന് പറഞ്ഞ വിളിച്ചോണ്ടിരുന്നത്. പ്രതികൂലം എന്നാ ശിക്ഷാവിധി, നിത്യശിക്ഷ. അത് രണ്ടും മാറ്റി ക്രൂശിൽ. അതുകൊണ്ടാണ് ക്രൂശിൽ പ്രശംസിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. യേശു ഇത് രണ്ടും യേശു ക്രൂശിൽ വഹിച്ചെന്നുള്ളതാ യെശയ്യാപ്രവചനം 53. ഭാവി എന്നുള്ളതും ശത്രുത എന്നുള്ളതും നിത്യശിക്ഷ എല്ലാം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ വഹിച്ചു. അതുകൊണ്ടാണ് ക്രൂശിൽ പ്രശംസിക്കുന്നത്. ഒരു വാക്യം കൂടെ വായിച്ച് പ്രസംഗം നിർത്തുക. മതി. ആമേൻ. ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം കൊലോസ്യ ലേഖനം തന്നെ ആ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. കൊലോസ്യർ 2:15. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം. ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം ക്രൂശിൽ യേശു ജയോത്സവം കൊണ്ടാടി.
ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ക്രൂശിൽ പ്രശംസിപ്പാൻ ആമേൻ നമുക്ക് ജയോത്സവം ക്രൂശിലാ എന്ന് പറഞ്ഞാൽ ആയുധവർഗം ക്രൂശിൽ വെപ്പിച്ചു. എന്തുവാ ആയുധവർഗം? മരണം. അതായിരുന്നു സാത്താന്റെ വലിയ ആയുധം. ഉൽപ്പത്തി 3 പഠിക്കുമ്പോൾ ഈ ഭീതിയും ആമേൻ ഭയവും മരണവും ശാപവും രോഗവും കഷ്ടതയും എന്ന് വേണ്ട സകല ഗുണ്ടാമണ്ടിയും ആമേൻ തുടങ്ങിയതാ. എന്നാൽ ക്രൂശിൽ ഒരുവൻ നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് ആയുധവർഗം യേശു ക്രൂശിൽ വെപ്പിച്ചു. ആയുധം മറ്റൊന്നുമല്ല, മരണത്തിന്റെ ആയുധമാണ്. ആ മരണത്തിന്റെ ആയുധം ക്രൂശിൽ വെപ്പിച്ച് ആമേൻ നമുക്ക് ജയോത്സവം തന്നിരിക്കുക. എന്തിന്റെ മേലൊക്കെയാ ജയം? വാക്യം വായിപ്പിക്കുന്നില്ല. 1 സാത്താന്റെ മേൽ, 2 ജഡത്തിന്റെ മേൽ, 3 ദ്രവ്യാഗ്രഹത്തിന്റെ മേൽ, 4 മരണത്തിന്റെ മേൽ. വാക്യങ്ങളുണ്ടല്ലോ, പേടിപ്പിക്കുന്നില്ല, സമയം പോയത് കൊണ്ടാ. മരണത്തിന്റെ മേലും സാത്താന്റെ മേലും ജഡത്തിന്റെ മേലും ദ്രവ്യാഗ്രഹത്തിന്റെ മേലൊക്കെ നമുക്ക് ജയം തന്നിരിക്കുക. ഇന്ന് രാത്രി അതുകൊണ്ട് ജയഭേരി മുഴക്കി വേണം ഇവിടം വിട്ടു പോകാൻ. അവൻ നിന്നെ അലട്ടുന്ന മരണഭീതികളായിരിക്കാം, രോഗബന്ധനങ്ങളായിരിക്കാം, ഇന്ന് രാത്രി അതിന്റെ മേൽ ദൈവം നിനക്ക് ജയം തന്നിരിക്കുക.